സോളോ റൈഡേഴ്സിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലവും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കീ മൊണാസ്ട്രി. കീ മൊണാസ്ട്രി ഒറ്റ നോട്ടത്തിൽ വിദേശ രാജ്യമാണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലം. ഇങ്ങനെ എത്തിച്ചേരാമെന്നുള്ളതിന് നോക്കുന്നതിന് മുമ്പായിട്ട് കീ മൊണാസ്ട്രിയുടെ പ്രത്യേകതകൾ, കീ മൊണാസ്ട്രി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിലിംഗ് തരാം. ഹിമാചൽ പ്രദേശിലെ ലഹു സ്പ്ലിറ്റി ജില്ലയിലെ സ്പ്രിതി താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധവിഹാരമാണ് കീ മൊണാസ്ട്രി. സ്പ്രിതി എന്നത് ബോട്ടി ലാംഗ്വേജിൽ പിറ്റി എന്നാണ് ഉച്ചരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 4166 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം. ബുദ്ധിസ്റ്റുകളായ ലാമമാരുടെ വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണ് ഇവിടെ. ഒരു റിമോട്ട് വില്ലേജായ ഈ ഏരിയയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പുരാതനമായ ചുവർ ചിത്രങ്ങളെല്ലാം നമ്മൾ കയറി പോകുന്ന വഴിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ കവാടങ്ങളും അതിമനോഹരമായ വിഷ്വലുമാണ്. ചൈനീസ് വാസ്തുശാസ്ത്രത്തിന്റെ പല രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളും ഉള്ളിലും പുറമെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൊണാസ്ട്രിയുടെ സൈഡിലൂടെ നമുക്കൊരു നദി ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടുത്തെ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത, ഒഴുക്കിൽപ്പെട്ട് വരുന്ന വെള്ളം പലതട്ടിലൂടെ തട്ടി വരുമ്പോൾ അതൊരു ചെളി വെള്ളം പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഒരു 2 മിനിറ്റ് നിങ്ങൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പ്യുവർ വാട്ടറായി, നല്ല ക്ലിസ്റ്റർ ക്ലിയർ പോലെ വാട്ടറായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 190 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മണാലിയിൽ നിന്നും കീ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്ന വില്ലേജിലേക്ക് വരുന്നത്. ഡൽഹിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്നും 10 മടങ്ങ് വലുതാണ് സ്പിറ്റി എന്ന് പറയുന്ന വില്ലേജ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഡൽഹിയുടെ 1% ഉള്ളൂ. മണാലി എത്തിക്കഴിഞ്ഞാൽ മണാലിയിൽ നിന്നും മോർണിംഗ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ്സുണ്ട്. പോകുന്ന വഴി വളരെ മനോഹരമാണ്. ബസ്സിൽ നിന്നും കസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരിക്കും നിങ്ങൾ ബസ് ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടുത്തെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ടൗൺ പ്രദേശം, ഒരു സിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് കസ എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾ അവിടുന്ന് കുറച്ചുകൂടെ ട്രാവൽ ചെയ്താലാണ് നിങ്ങൾക്ക് കീ മൊണാസ്ട്രി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. കീ മൊണാസ്ട്രി ഒരു മലയുടെ മേളിലായിട്ട്, വില്ലേജിൽ നിന്നെല്ലാം മാറി കുറച്ച് മേളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബോട്ടി ലാംഗ്വേജ് ആണ്. അത് ഏകദേശം ഒരു ടിബറ്റൻ ലാംഗ്വേജിനോടൊക്കെ സാമ്യം നിൽക്കുന്ന രീതിയിലാണ് അവിടുത്തെ ലാംഗ്വേജ് വരുന്നത്. നമ്മളിവിടെ മോർണിംഗ്, ഹലോ, നമസ്തേ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ സംസാരിക്കുന്നത് ജൂലി ജൂലി എന്നാണ്. അവിടെ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമസ്തേ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് അവിടെ ലോക്കലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാസ ടൗണിൽ നിന്നും കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മൾ കീ മൊണാസ്ട്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മൊണാസ്ട്രി എന്ന് പറയുന്നത് ബുദ്ധമത വിശ്വാസികളുടെ ഒരു വിദ്യാഭ്യാസ ആരാധന കേന്ദ്രം കൂടിയാണ് കീ മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് മെഡിറ്റേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളും ചൈനീസ് രീതിയിലുള്ള ആർക്കിടെക്ചറും അല്ലെങ്കിൽ പല ഇടനാഴികളും അതിലൂടെ സഞ്ചരിക്കുന്ന ബുദ്ധിസ്റ്റുകളാകാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളെയും ഇതൊക്കെ നമുക്ക് വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. മിൽക്കി വേ ഗാലക്സിയുടെ നൈറ്റ് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ് കീ മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഒരു സറൗണ്ടിങ്ങിൽ തന്നെ സ്കൂള്, ടെമ്പിള്, റെസ്റ്റോറൻറ്റ്, പ്ലേ ഗ്രൗണ്ട്, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി താമസിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നടന്ന് കാണാൻ കഴിയുന്നതാണ്. ബട്ടർ ടീ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു വിളക്കുണ്ട്, ബട്ടർ വെച്ചിട്ടാണ് അവർ ആ വിളക്ക് കത്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിസ്റ്റ് ചിന്താഗതി പഠിക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ നിന്ന് വിട്ടുമാറി അവിടെ താമസിച്ചിട്ടാണ് പഠിക്കുന്നത്. വളരെ ലളിതമായ, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നതും വളരെ അതിൽ തന്നെ വളരെയധികം ഹാപ്പിനെസ് കണ്ടെത്തുന്നതും അങ്ങനെയുള്ള കുറേ ജനങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവർക്ക് എപ്പോൾ നിർത്തണം എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് അവർക്ക് പഠിത്തം നിർത്തി അവർക്ക് സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് പോകാനും അല്ലെങ്കിൽ വേറെ പഠനങ്ങൾക്ക് പോകാനൊക്കെ ഉള്ള എല്ലാ തരത്തിലുള്ള അവസരങ്ങളും അവിടെ ഉണ്ട്. ആരെയും നിർബന്ധിച്ചുകൊണ്ടൊന്നുമല്ല. ഇവിടത്തേക്ക് എങ്ങനെ പോകാം, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടൽ ഫെസിലിറ്റീസ്, കസ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഏതാണ് സീസൺ ആണ്, ഓഫ് സീസൺ, എങ്ങനെയാണ് ബഡ്ജറ്റ് കാര്യങ്ങളെന്നുള്ള അടങ്ങിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം. ഇന്നത്തെ എന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. ചെറിയായിട്ട് ഇത് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അടുത്ത വീഡിയോയ്ക്കകത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കണ്ടന്റ് മാത്രം വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ വരുന്നുണ്ടാവും. ഇറ്റ്സ് മീ ജിൻസൺ ഫ്രം ട്രാവലർ.